ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസ് ബ്ലോക്ക് ചെയിനിലുള്ള ആപ്ലിക്കേഷനിൽ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് സീൽ സെൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് വാലറ്റ് ആക്ടിവേഷൻ, അതുപോലെ തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 3 ദിവസത്തെ ഒരു ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ തന്നെ എക്സിൽ ഒരു പോസ്റ്റിങ്ങിനെ കാണാനിടയായി. അപ്പോൾ ഇതിൽ 3 ദിവസമായി, 2 ദിവസത്തോളമായി ഇത് വന്നിട്ട്. 3 ദിവസത്തിനകത്ത് വാലറ്റ് ആക്റ്റീവ് ചെയ്യുന്നവർക്ക് ഒരു ഐസ് കോയിൻ വന്നിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിന് നമ്മൾ വാലറ്റ് ആക്റ്റീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പലൊരു വാലറ്റ് അഡ്രസ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് ഒരു കോയിൻ, ഐസിൻ്റെ ഒരു കോയിൻ തരും. അത് വന്നു കഴിയുമ്പോൾ വാലറ്റ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആകും. അതല്ല എങ്കിൽ നമുക്ക് ആക്റ്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഐസിൻ്റെ തന്നെ വാലറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഐസിൻ്റെയും വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 2 വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മൈസസ് ബ്രോഷർ ഓപ്പൺ ചെയ്യുക. ഞാൻ മൈസസ് ബ്രോഷറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈസസ് ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മുടെ സെർച്ച് ബാറിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഡിസ്ക്രിപ്ഷനിലല്ല, ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഗോ എന്ന് പറയുന്ന ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മേൽഭാഗത്ത് ഈ കാണുന്ന ഈ ഭാഗത്ത് നോക്കുക, കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കാം എന്താണ് എഴുതിയിരിക്കുന്നത്. ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് വാലറ്റ് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് എത്രയുണ്ടോ അതെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് സീൽ സെൻഡിൻ്റെ ഇത് വാലറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഒരു കാര്യങ്ങളൊന്നും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. അപ്പോൾ കുറേ നെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ഇത്രയും ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതി വയ്ക്കുക. ഓക്കെ, ഇത് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സെറ്റ് പിൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 പിന്ന് സെറ്റ് ചെയ്യുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സീഡ് ഫ്രൈസ് രണ്ടാമതൊരു കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൂടെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും. ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക, നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. അഡ്രസ്സ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് റൈറ്റ് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ നമ്മൾ മെയിലിലേക്ക്, നമ്മുടെ ട്വിറ്ററിലേക്ക് വരിക. ട്വിറ്ററിൽ ഈ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു നമ്മൾ കമൻറ്റ് എഴുതുക. പ്ലീസ് ആക്റ്റീവ് മൈ വാലറ്റ് എന്നോ പ്ലീസ് സെൻഡ് ഓൺ ഐസ് ടോക്കൺ ഫോർ ആക്റ്റീവ് വാലറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മൾ എഴുതിയതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം റിപ്ലൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവർ ഒരു ഐസ് ടോക്കൺ നമുക്കവർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത് സെൻഡ് ചെയ്ത് അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാലറ്റ് ഇത് ആക്റ്റീവ് ആകും. അതല്ല എങ്കിൽ നമുക്ക് പിന്നെ ആ ടോക്കൺ അങ്ങോട്ട് കിട്ടും സെൻഡും റിസീവൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ മടങ്ങി വന്നു കഴിയുമ്പോൾ നേരത്തെ ഇവിടെ വന്നിട്ട് ബാലൻസ് 0 ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ടോക്കൺ എനിക്ക് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഹോമിൻ്റെ ഓപ്ഷനാണ്.
അത് കഴിഞ്ഞ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സീൽ സാൻഡ് ടോക്കൺ നമുക്കിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഐസ് ടോക്കണും ഒക്കെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് മെയിൽ അയക്കണമെങ്കിൽ നമുക്ക് ഈ ആരുടെയെങ്കിലും ഇമെയിലിൽ നമ്മുടെ ഇത് മെയിൽ അയക്കാൻ കഴിയും. അതോടൊപ്പം ഇങ്ങനെയുള്ള കുറേ ഫീച്ചറുകൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുക. പിന്നീടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വാലറ്റ് നമ്മുടെ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കലി ആക്റ്റീവായിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഐസ് നെറ്റ്വർക്കിൻ്റെ ഓപ്പൺ നെറ്റ്വർക്കിൻ്റെ വാലറ്റ് വന്നിട്ടുണ്ട്. അതും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ICE.IO എന്ന് പറഞ്ഞിവിടെ സെർച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഐസ് ഓപ്പൺ നെറ്റ്വർക്കിൻ്റെ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇതും സെയിം നിങ്ങൾ ഇതുപോലെ വാലറ്റ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ആക്റ്റീവ് ചെയ്തത് അതുപോലെ ചെയ്യുക. സെയിം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയൊരു ഏറ്റവും മേളിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെയിൻ നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ വാലറ്റ് എന്ത് ചെയ്യുക, ഇവിടെ നേരത്തെ പോലെ തന്നെ ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്രോമിൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. താഴെ വന്നിട്ട് നമ്മുടെ വാലറ്റുകൾ നോക്കുന്ന സെയിം അവിടെ നോക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് മേളിലിങ്ങനെ റൗണ്ട് ആകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ION വാലറ്റ് ഇവിടെ കാണാൻ കഴിയും. ഐസ് ഓപ്പൺ നെറ്റ്വർക്കിൻ്റെ വാലറ്റ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് വാലറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് വാലറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന സീൽ സാൻഡിൻ്റെ ആ വാലറ്റ് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. രണ്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് വാലറ്റ് ആണോ ഇമ്പോർട്ട് വാലറ്റ് ആണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഐസിൻ്റെ കോയിൻ്റെ വില ഇപ്പോൾ കൂടുന്നുണ്ട്. കാരണം ഇതിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട് വാലറ്റിൽ വന്നിട്ട് എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. ഇതിൽ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സ്റ്റൻഷനുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിലിങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഹോട്ട് വാലറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ട് വാലറ്റ് കാണാം. അതല്ലെങ്കിൽ കുറച്ച് നോക്കുക, സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോട്ട് വാലറ്റ് കാണാൻ കഴിയും. ഈ ഹോട്ട് വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോട്ട് വാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂ ഹോട്ട് മൈനിങ് ചെയ്യുന്നവരാണെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മൈനിങ് ചെയ്യുക. കാരണം ടെലഗ്രാമിൽ നിന്ന് അത് ഡിസപ്പിയർ ആകാനുള്ള സാധ്യതയുണ്ട്. ടെലഗ്രാം മൈനിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റാണ് ഹോട്ട് കോയിൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.